അലൻ റിഡ്സന്റെ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. നമ്മുടെ പാട്രിക് ഹ്യൂസ് ആണ്. നമ്മുടെ ഹിറ്റ്മാൻ ബോഡി ഗാർഡ് ഒക്കെ ഇല്ലേ, അതിന്റെ ഡയറക്ടറാണ്. ഒരു ആക്ഷൻ സൈഫൈ മോഡിലുള്ള ഒരു പടമാണെന്ന് പറയും. ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത് നെറ്റ്ഫ്ലിക്സ് റിലീസായിട്ട് ഇന്നലെ പുറത്തിറങ്ങിയ പടം. ആൻഡ് ഇത് ഒറ്റ ലൈനിൽ ഈ പടം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ അർണോൾഡിന്റെ പ്രെഡേറ്റർ ഇല്ലേ, ആ ഒരു പടത്തിൽ പ്രെഡേറ്ററിനെ മാറ്റിയിട്ട് അവിടെ ഒരു ട്രാൻസ്ഫോമറിനെ റീപ്ലേസ് ചെയ്ത് എങ്ങനെ ഇരിക്കും, ഒരു ഒരു ഏലിയൻ ട്രാൻസ്ഫോമർ. അത് തന്നെയാണ് ഈ ഒരു പടം. ടിപ്പിക്കലി സെയിം സാധനം. വലിയ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളും കുറേ സ്ക്രീൻ കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നതെങ്കിലും ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റായിട്ട് എനിക്ക് തോന്നി. ഒരു യൂഷ്വൽ ആക്ഷൻ ഫ്ലിക്ക് അല്ലെങ്കിൽ സൈഫൈ ഫ്ലിക്ക് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സാധനം. അലൻ റിഡ്സൺ ടീം ലീഡർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മിലിറ്ററിക്കാർ ഒരു മിഷന് പോകുന്നതും അവിടെ വെച്ചിട്ട് ഈ ട്രാൻസ്ഫോമറിനെ എൻകൗണ്ടർ അവർക്ക് ഉണ്ടാകുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിച്ചു തരാം. സോ ഒരു ടെറൈൻ ഉണ്ട്, അതിൻ്റെ ആ ഒരു ജോഗ്രഫി അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി. അതിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രഫി നല്ല രസമുണ്ട്. ആ ഒരു ആഷ്, പിന്നെ ഒരു ഗ്രീനറി, അങ്ങനത്തെ ആ ഒരു മോഡലുള്ള ഒരു മൗണ്ടനാണ്. സോ അതിൻ്റെ ഇടയിലാണ് അല്ലെങ്കിൽ അവിടെയാണ് ഈ ഒരു സംഭവം മുഴുവൻ നടക്കുന്നത്, ആ ഒരു കാട്ടിനകത്ത്. സോ അവിടെ ചെറിയ ചെറിയ കുറച്ച് ട്രാപ്സും കുറേ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക, ഈ സ്കാൻ ചെയ്തിട്ട് ശരിക്കും ടിപ്പിക്കൽ പ്രൊഡക്ടർ തന്നെ. സോ പ്രൊഡക്ടർ സ്കാൻ ചെയ്ത് മറ്റേ ലേസർ വിടണ പോലെ തന്നെ ഈ സാധനത്തിൻ്റെ കയ്യിൽ ഇതൊരു വാർ മെഷീൻ പോലത്തെ ഒരു സാധനമാണ്. നമ്മുടെ വാർ ഓഫ് ദി വേൾഡ് പടമൊക്കെ ഇല്ലേ, നമ്മുടെ ടോം ക്രൂസിൻ്റെ, സ്പിൽബർഗിൻ്റെ പടം, അതിലെ ആ ഒരു ഏലിയനില്ലേ, അതേപോലത്തെ രീതിയിലുള്ള ഒരു പക്കാ ട്രാൻസ്ഫോമർ സാധനം, ഒരു പക്കാ മെഷീനാണ്. അതൊരു ഹ്യൂമണോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവിങ് ക്രീച്ചർ ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ അത് എന്തിനാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, മറ്റേ ഡിസ്ട്രോയ് ചെയ്യാൻ, ആ ഒരു സംഭവം മാത്രമാണ്. സോ അത് അതിൻ്റെ പണി ചെയ്യുന്നു. ഇവർ അതിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്നു. അതിനെ തൊടാനൊന്നും പറ്റില്ല നമുക്ക്. ഇപ്പോൾ സാധാരണ മറ്റേ ഇപ്പോൾ പ്രെഡേറ്ററിനെ പോലെ ട്രാപ്പ് ചെയ്ത് ഇങ്ങനത്തെ ആ സെറ്റപ്പൊന്നുമല്ല. സോ മോസ്റ്റ്ലി ഈ ഒരു പടം മുഴുവൻ ഇവർ അതിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ്. കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നത്. പക്ഷേ ചില സമയത്തൊക്കെ ഒരു ലോ ഗ്രേഡ്, ഒരു ബി ഗ്രേഡ് പടത്തിൻ്റെ ലെവലിലേക്ക് സിനിമ പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിന് കാസ്റ്റിങ്ങിലാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആക്കായിരുന്നു. വളരെ മോശം അഭിനയമുള്ള കുറേ ആൾക്കാരുണ്ട്, പക്ഷേ സ്റ്റിൽ ഈ ഒരു പടത്തിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ഈ പറയുന്ന പ്രൊഡക്ഷൻ ക്വാളിറ്റിയും CG ഒക്കെ നല്ലതാണ്. ഐ തിങ്ക് ലയൺസ് ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്, ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സ് പ്രൊഡ്യൂസ് ചെയ്തതൊന്നുമല്ല. ലയൺസ് ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരുപക്ഷെ തിയേറ്ററിൽ ഇറക്കാണ്ട് ഡയറക്റ്റായിട്ട് OTT വന്നൊരു പടം. ഒരു OTT വാച്ച് എന്നുള്ള രീതിക്ക് ഞാൻ നോക്കിയിട്ട് ആക്ഷൻ സൈഫൈ പടങ്ങളൊക്കെ കാണുന്നവർക്ക് ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാം. പക്ഷേ വലിയൊരു സംഭവമൊന്നുമല്ല, നമ്മൾ സ്ഥിരം കാണാറുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അടുത്ത സീൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. എന്താണ് ഈ ഒരു ക്യാരക്ടർ, എന്തിനാണ് ഈ ഒരു ക്യാരക്ടറിന് ഇങ്ങനൊരു ട്രോമ കൊണ്ട് ഇനീഷ്യലി വെച്ചിട്ടുള്ളത്, അത് എന്തിലേക്കായിരിക്കും എന്നൊക്കെ നമുക്ക് ഈ പടം തുടങ്ങുമ്പോൾ തന്നെ പടത്തിൻ്റെ ക്ലൈമാക്സ് നമുക്ക് പിടുത്തം കിട്ടും, എങ്ങനെയായിരിക്കും പോക്ക് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇപ്പോൾ ഒരു ടാങ്ക് വെച്ചിട്ടൊരു സീനുണ്ട്, അല്ലെങ്കിൽ ഒരു ചെയ്സ് സീൻ, ദെൻ ഒരു വെള്ളച്ചാട്ടത്തിലുള്ള ഒരു സീൻ, അങ്ങനത്തെ കുറച്ച് 2-3 സീനുകളൊക്കെ നന്നായിട്ട് ഇവർ എടുത്തിട്ടുണ്ട്. സോ ആക്ഷൻ സൈഫൈ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്നൊരു പടമാണ്. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട്, കണ്ടു നോക്കുക.